കരുണാമയനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പവിത്രമായ സമയത്തെ നമ്മുടെ ഇരുത്തത്തെ സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ നമസ്കാരത്തെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള സകല പാപങ്ങളും അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ നാം കേട്ടുകൊണ്ടിരുന്നത് സൂറത്തുൻ നിസാ ആണ്. അതിലെ ഏറ്റവും വളരെ മർമ്മപ്രധാനമായൊരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്, അഥവാ അനന്തരാവകാശ നിയമങ്ങൾ. അതിലെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലക്കും നിസ്ഫു മാ തറക അസ്വാജുക്കും ഇല്ലം യകുൻ ലഹുന്ന വലദ്. നിങ്ങളുടെ ഭാര്യമാർ മക്കളില്ലാതെയാണ് മരിക്കുന്നതെങ്കിൽ, ഭാര്യമാർ അവർക്ക് മക്കളില്ല, ആ നിലയിലാണ് അവർ മരിക്കുന്നതെങ്കിൽ അവർ വിട്ടേച്ചു പോകുന്ന സ്വത്തിൻ്റെ പകുതി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. ഭാര്യയ്ക്ക് മക്കളില്ല, ആ നിലയിലാണ് ഭാര്യ മരണപ്പെടുന്നത്. ഭാര്യയ്ക്ക് സ്വത്തുണ്ട്, ആ സ്വത്ത് പകുതി സ്വത്ത് ഭർത്താവിന് അവകാശപ്പെട്ടതാണ്. ഇനി നേരെ മറിച്ച് ഫഇൻ കാന ലഹുന്ന വലദുൻ, ഇനി മരണപ്പെട്ട ഭാര്യയ്ക്ക് മക്കളുണ്ടെങ്കിൽ ഫലകുമു റുബഉ മിമ്മാ തറക്ന, ഭാര്യ വിട്ടിട്ട് പോയ സ്വത്തിന്റെ 1/4 ഭർത്താവിന് ലഭിക്കുന്നതാണ്. മിൻ ബഅദി വസിയ്യതി യുസീന ബിഹാ ഔ ദൈൻ. നേരത്തെ നമ്മൾ ആവർത്തിച്ച് പറയപ്പെട്ടതുപോലെ 2 കാര്യങ്ങൾ ഒഴിച്ച്, 1 വസിയ്യത്തും 2 കടവും. ഈ 2നും ശേഷമാണ് മരണപ്പെട്ടു പോയ ഭാര്യയ്ക്ക് മക്കളുണ്ടെങ്കിൽ 1/4 ഭർത്താവിന് അവകാശമുള്ളതാണ്, സ്വത്തിന്റെ അവകാശം ലഭിക്കുന്നത്. ഇതുപോലെ തന്നെ വലഹുന്ന റുബഉ മിമ്മാ തറക്തും ഇല്ലം യകുൻ ലക്കും വലദുൻ. ഇനി ഇതുപോലെ തന്നെ ഭർത്താവ് മരണപ്പെടുകയാണ്, നിങ്ങൾക്ക് മക്കളില്ല, അങ്ങനെ നിങ്ങൾ വിട്ടേച്ചു പോകുന്ന സ്വത്തിന്റെ 1/4 ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്. ഫഇൻ കാന ലക്കും വലദുൻ, ഇനി നിങ്ങൾക്ക് മക്കളുണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ലഭിക്കുന്നത് ഫലഹുന്ന സുമനു മിമ്മാ തറക്തു, നിങ്ങൾ വിട്ടിട്ട് പോകുന്ന സ്വത്തിന്റെ 1/8 ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതാണ്, ഭാര്യയ്ക്ക് ലഭിക്കുന്നതാണ്. അവിടെയും മിൻ ബഅദി വസിയ്യത്തിൻ തൂസൂന ബിഹാ ഔ ദൈൻ, കടവും വസിയ്യത്തും കഴിഞ്ഞതിന് ശേഷമുള്ളതാണ് വിഭജിക്കപ്പെടുന്നത്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫഇൻ കാന റജുലുൻ യൂറതു കലാലതൻ അവ ഇംറഅത്തുൻ വലഹു അഖുൻ ഔ ഉഖ്തുൻ ഫലികുല്ലി വാഹിദിൻ മിൻഹുമാ സുദുസ്. ഇനി അനന്തരമെടുക്കുന്ന പുരുഷനോ സ്ത്രീക്കോ പിതാവും മക്കളും അതുപോലെ തന്നെ പിതാക്കളൊത്ത സഹോദരങ്ങളും ഇല്ലാതിരിക്കുകയും മാതാവൊത്ത സഹോദരനോ സഹോദരിയോ ഉണ്ടാവുകയുമാണ് എങ്കിൽ അവർ ഓരോരുത്തർക്കും 1/6 വീതം വിഹിതം ലഭിക്കുന്നതാണ്. 1/6 വീതം വിഹിതം ലഭിക്കുന്നതാണ്. എപ്പോഴാണ്? അനന്തരമെടുക്കുന്ന പുരുഷനോ സ്ത്രീക്കോ പിതാവോ മക്കളോ പിതാക്കളോ അതുപോലെ തന്നെ സഹോദരങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ, മാതാവൊത്ത സഹോദരനോ സഹോദരിയോ ഉണ്ടാവുകയുമാണ് എങ്കിലാണ് 1/6 അവർക്ക് വിഹിതം ലഭിക്കുന്നതാണ്. ഫഇൻ കാനൂ അക്തറ മിൻ ദാലിക ഫഹും ശുറകാഉ ഫിസ്സുലുസി. ഇനി അഥവാ അവർക്കതിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ 1/3 അവർ സമാവകാശികളായി തീരുന്നതാണ്.
മിൻ ബഅദി വസിയ്യതി യൂസാ ബിഹാ ഔ ദൈൻ ഗൈറ മുദാർ. നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കടവും വസിയത്തും കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷെ അള്ളാഹു ഒരു നിബന്ധന വെച്ചു, ഗൈറ മുദാർ, ദ്രോഹകരമല്ലാത്ത വസിയത്ത് ആയിരിക്കണം. വൈരാഗ്യത്തിന്റെ പേരിൽ അനന്തരാവകാശികൾക്ക് വിഹിതം ലഭിക്കരുത് എന്ന മനോഭാവത്തോടുകൂടി അവർക്ക് ലഭിക്കേണ്ടുന്ന സ്വത്തിനെ വസിയത്ത് പ്രകാരം എഴുതി വെക്കുകയാണ് എങ്കിൽ ആ രീതിയിലാകരുത്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ ഇദ്റാറു ഫിൽ വസിയ്യതി മിനൽ ഖബായിർ. അൽ ഇദ്റാറു ഫിൽ വസിയ്യ, വസിയ്യത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കൽ, ദ്രോഹിക്കൽ, അത് ഖബായിറിൽപ്പെട്ടതാണ്, വൻപാപങ്ങളിൽപ്പെട്ടതാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അനന്തരാവകാശികൾക്ക് അനന്തരാവകാശ സ്വത്ത് ലഭിക്കാത്ത തരത്തിൽ വസിയത്തുകൾ എഴുതുകയും ആ വസിയത്ത് നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതി, ആ രീതി ശരിയല്ല, ആ രീതി ശരിയല്ല. അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ആ തരത്തിലാകരുത് വസിയത്ത് എന്നാണ് പറയുന്നത്. ഈ പറയപ്പെട്ട നിയമങ്ങളെല്ലാം വസിയ്യത്തൻ മിനല്ലാഹ്, അള്ളാഹുവിന്റെ നിയമങ്ങളാണ്, അള്ളാഹുവിന്റെ ഉപദേശമാണ്. ഇതനുസരിച്ചായിരിക്കണം നിങ്ങൾ വിട്ടിട്ട് പോകുന്ന സ്വത്തിനെ വിഭജിക്കപ്പെടേണ്ടത് എന്നാണ് നിയമം. വല്ലാഹു അലീമുൻ ഹലീം, അള്ളാഹു എല്ലാം കൃത്യമായി അറിയുന്നവനാണ്, അങ്ങേയറ്റം ഹലീമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളുക. പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ ആയത്തിന്റെ അനന്തരാവകാശ സ്വത്തിന്റെ നിയമം നമ്മൾ തുടങ്ങിയ സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ കുറെ ഹദീസുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി. ഇന്ന് മുസ്ലിം ഉമ്മത്തിന്റെ ഇടയിൽ നിന്നും ഉയർത്തപ്പെട്ടു എന്ന് വേണം നമ്മൾക്ക് മനസ്സിലാക്കാൻ. കാരണം ഫറാഇദിന്റെ ഇൽമ്, അനന്തരാവകാശ സ്വത്തുക്കൾ എങ്ങനെ വിഹിതം ചെയ്യപ്പെടണം, അത് അള്ളാഹുവിന്റെ നിയമം അനുസരിച്ചാകണം എന്ന് കാർക്കശ്യം പുലർത്തുന്ന മുസ്ലിമീങ്ങൾ വളരെ കുറവാണ്, വളരെ കുറവാണ്. ആരോ എവരോ എഴുതി വെച്ച അല്ലെങ്കിൽ നാട്ടു നടപ്പനുസരിച്ചു കൊണ്ടിട്ട് സ്വത്തുക്കൾ വീതം ചെയ്യപ്പെടുകയും മക്കളുടെ ഇടയിൽ ഒരിക്കലും യോജിക്കാത്ത തരത്തിലുള്ള വിവേചനമുണ്ടാകുകയും അവരുടെ ഇടയിൽ വൈരാഗ്യവും വിദ്വേഷവും ഉണ്ടായിത്തീരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാൾ അടുത്ത് വരുമ്പോ ഫറാഇദിന്റെ ഇൽമു ഉയർത്തപ്പെട്ടു പോകുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടുതൽ ഈ വിഷയത്തിൽ പഠന വിധേയമാക്കുക. നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ സമക്ഷത്തിൽ പോയി നിൽക്കേണ്ടവരാണ്. റബ്ബിന്റെ മുന്നിൽ ചോദ്യമുണ്ടാകും. അള്ളാഹു നിങ്ങളുടെ കൈകളിലേക്ക് നൽകിയ സമ്പത്ത് അനന്തരാവകാശികൾക്ക് എவ்விதമാണ് വീതം ചെയ്യപ്പെട്ടതെന്ന് ചോദിക്കപ്പെടും. അതിൽ നീതി പുലർത്തിയിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ മുന്നിൽ നമ്മൾ ഓരോരുത്തരും പതറിപ്പോകുന്ന സാഹചര്യം ഉണ്ടാകും. നഊദു ബില്ലാഹ്, അല്ലാഹ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, തിൽക ഹുദൂദുല്ലാഹ്, തിൽക ഹുദൂദുല്ലാഹ്, ഇതെല്ലാം അല്ലാഹുവിൻ നിശ്ചയിച്ച നിയമപരിധികളാണ്. വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആര് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും വഴിപ്പെടുന്നുവോ, യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അടിവാരത്തിലൂടെ നദികൾ ഒഴുകുന്ന അതിമനോഹരമായ നയനമനോഹരമായ തോട്ടങ്ങളിൽ അഥവാ സ്വർഗത്തോപ്പുകളിൽ അല്ലാഹു അവരെ പ്രവേശിപ്പിക്കും. ഖാലിദീന ഫീഹാ, അവരതിൽ നിത്യവാസികളായിരിക്കും. ഒരിക്കലും അവിടെ നിന്ന് അവരെ പുറത്താക്കപ്പെടുകയില്ല, അവരെ മാറ്റപ്പെടുകയില്ല. കാലാകാലം അവരവിടെ താമസിക്കുന്നവരാണ്. വദാലികൽ ഫൗസുൽ അദീം, അത് തന്നെയാണ് ഉന്നതമായ വിജയം. ഏത്? അടിവാരത്തിലൂടെ നദികൾ ഒഴുകുന്ന നയനമനോഹരമായ സ്വർഗീയ തോട്ടത്തിലേക്ക് കാലാകാലമുള്ള പ്രവേശനം, ആ പ്രവേശനമാണ് ഏറ്റവും വലിയ വിജയം. വദാലികൽ ഫൗസുൽ അദീം, അതാണ് ഏറ്റവും വലിയ വിജയം.
നേരെ മറിച്ചാണെങ്കിലോ വമൻ യഅസില്ലാഹ വറസൂല, ആര് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ധിക്കരിക്കുന്നുവോ, ആര് അല്ലാഹുവിനെയും അല്ലാഹുവിന്റെ റസൂലിനെയും ധിക്കരിക്കുന്നുവോ, വയതഅദ്ദ ഹുദൂദഹു, അല്ലാഹുവിന്റെ അതിർവരമ്പുകളെ പരിധികളെ ആര് ലംഘിക്കുകയും ചെയ്യുന്നുവോ, യുദ്ഖിൽഹു നാറാ, നേരെ ഓപ്പോസിറ്റ്, അവരെ അല്ലാഹു പ്രവേശിപ്പിക്കുന്നത് നരകത്തിലാണ്. ഖാലിദീന ഫീഹാ, അവിടെയും അവർ നിത്യവാസികളായിരിക്കും. മോചനമേ ഇല്ല, മാറ്റവുമില്ല, നിത്യവാസികളായിരിക്കും അവർ. വലഹു അദാബുൻ മുഹീൻ, അവർക്ക് ഏറ്റവും നിന്ദ്യമായ, ഏറ്റവും മോശമായ, അതികഠിനമായ ശിക്ഷ അവർക്ക് തന്നെയാണെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ 3 ആയത്തുകളിലൂടെ അനന്തരാവകാശ നിയമങ്ങളെ പറഞ്ഞതിന് ശേഷം അള്ളാഹു സമാഹരിച്ചത് 2 ആയത്തുകൾ പറഞ്ഞിട്ടാണ്. ഇതിൽ ചിന്തിക്കണം നമ്മൾ. 2 ആയത്തുകൾ പറഞ്ഞിട്ടാണ് അള്ളാഹു സമാഹരിച്ചത്. ആ 2 ആയത്തിൽ ഒന്നിനെ പറ്റി പറഞ്ഞു, അള്ളാഹുവിന്റെ അതിർവരമ്പുകളാണ്, അള്ളാഹുവിന്റെ നിയമമാണ്. ആര് അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിക്കുന്നുവോ അവർക്ക് നാളെ സ്വർഗമാണ്. ഏറ്റവും ഉന്നതമായ വിജയവും അത് തന്നെയാണ്. രണ്ടാമത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ അതിർവരമ്പുകൾ, ആ പരിധികൾ, ആ നിയമങ്ങൾ ആര് ലംഘിക്കുന്നുവോ അവർ നരകത്തിലാണ്, അവർക്കാണ് ഏറ്റവും മോശപ്പെട്ട ശിക്ഷയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വിഷയത്തെ സമാഹരിക്കുകയാണ്. സംക്ഷിപ്തമായ രൂപമാണ് അല്ലാഹു ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ആർക്കെങ്കിലും അവരുടെ സ്വത്തുക്കൾ, അവരുടെ പിതാവിന്റെ പിതാവ്, സഹോദരൻ, സഹോദരി, മക്കള്, ഭാര്യ, ഇങ്ങനെയൊക്കെ ഉണ്ട്, അതെങ്ങനെയാണ് വിഭജിക്കപ്പെടേണ്ടത് എന്ന് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവരെ ഇതിനെ സമീപിക്കാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വീട്ടിൽ ഒരു പിതാവ്, ആ പിതാവ് സ്വത്ത് വിഭജനം ചെയ്യുമ്പോൾ സ്വാഭാവികമായും മക്കൾ പറഞ്ഞേക്കണം അത് അള്ളാഹുവിന്റെ നിയമമനുസരിച്ചാകണം എന്ന്. എങ്കിൽ നമ്മൾ തെറ്റിൽ നിന്ന് കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ഉപ്പ അല്ലെങ്കിൽ അത്തജി, അത് അള്ളാഹുവിന്റെ നിയമമനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വത്തുക്കൾ വിഭജനം ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തിയേക്കണം. അത് ഉമ്മാടെ അടുത്തായാലും ബാപ്പാടെ അടുത്തായാലും സഹോദരങ്ങളുടെ അടുത്തായാലും ഇൻഷാ അല്ലാഹ് ചെയ്യൂല. ഇൻഷാ അല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ.